വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ന്യൂമോണിയയ്ക്കും മെനഞ്ചൈറ്റിസിനും ഫലപ്രദമായ വാക്സിനുമായി കേന്ദ്രം. 3 വർഷത്തിനകം 15 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും മലേറിയ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 60% ഇന്ത്യക്കാർ 4 മണിക്കൂറിലധികം സമയം വ്യായാമത്തിനായി ചെലവഴിക്കുന്നുവെന്ന് ഫിറ്റ് ഇന്ത്യ സർവേ ഫലം. ന്യൂമോണിയയ്ക്കും മെനഞ്ചൈറ്റിസിനും ഫലപ്രദമായ വാക്സിൻ പരിചയപ്പെടുത്തി കേന്ദ്രം. ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിനാണ് ആഗോള പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായി പരിചയപ്പെടുത്തിയത്. രാജ്യത്ത് ഒരു കുട്ടി പോലും ഇത്തരം രോഗങ്ങൾ മൂലം മരിക്കാനിടയാകരുത് എന്നാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പറഞ്ഞത്. ഹിമാചൽ പ്രദേശിലെ മിണ്ടിയിൽ നടന്ന ചടങ്ങിലാണ് വാക്സിൻ പരിചയപ്പെടുത്തിയത്. ഈ വാക്സിൻ ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങളിലെ സ്വകാര്യ മേഖലകളിൽ ലഭ്യമാണ്. ഇതിന്റെ വില സാധാരണക്കാരന് താങ്ങാനാകുന്നതല്ല. എന്നാൽ ആഗോള പ്രതിരോധ പദ്ധതിയുടെ കീഴിലെത്തുന്നതോടെ മരുന്നിന്റെ വില ഏകീകൃതമാകും. ആവശ്യക്കാർക്ക് മരുന്ന് കുറഞ്ഞ വിലയിൽ ലഭ്യമാകും. ഇതാണ് ഗവൺമെന്റ് ഉറപ്പാക്കുന്നതെന്നും നദ്ദ പറഞ്ഞു. ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിനുകൾ ന്യൂമോണിയയും മെനഞ്ചൈറ്റിസും അടക്കമുള്ള അസുഖങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കും. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് കൂടുതലായും ന്യൂമോകോക്കൽ ന്യൂമോണിയ കണ്ടുവരുന്നത്. നിലവിൽ 2.6 കോടി പേരിലേക്ക് വാക്സിൻ എത്തിച്ചു കഴിഞ്ഞെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. 3 വർഷത്തിനകം 15 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും മലേറിയ പൂർണ്ണമായും അപ്രത്യക്ഷമാകുമെന്ന് കേന്ദ്ര സർക്കാർ. ജമ്മു കശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, സിക്കിം, തമിഴ്നാട്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ഡാമൻ ആൻഡ് ദിയു, ലക്ഷദ്വീപ്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിന്നുമാണ് മലേറിയയെ പൂർണ്ണമായും നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. 2020ഓടെ 15 സംസ്ഥാനങ്ങളിൽ മലേറിയ ബാധിതരുടെ എണ്ണം പൂർണ്ണമായും ഇല്ലാതാകുമെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം. എന്നാൽ വെസ്റ്റ് ബംഗാൾ, മേഘാലയ, ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മലേറിയ നിർമ്മാർജ്ജനം എളുപ്പമല്ല എന്നും വ്യക്തമാക്കുന്നു. ഇവിടങ്ങളിൽ മലേറിയ ഇപ്പോഴും ഭീഷണിയായി നിലനിൽക്കുന്നുവെന്നും ദേശീയ പകർച്ചവ്യാധി നിയന്ത്രണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ AC ധരിവാൾ അറിയിച്ചു. ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജനറേഷൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ അസോസിയേറ്റ് പ്രൊഫസറും റെറ്റിന സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ നരാശ രാധാകൃഷ്ണനാണ്. ഡോക്ടർ, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഡോക്ടർ, ആദ്യമായിട്ട് ചോദിക്കട്ടെ, എന്താണ് ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജനറേഷൻ? നമ്മുടെ കണ്ണിൻ്റെ റെറ്റിന എന്ന് പറയുന്ന പ്രതലത്തിലെ ഏറ്റവും സെൻട്രൽ ഏരിയയാണ് മാക്യുല. നമുക്ക് കാഴ്ചയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള ഭാഗവും ഇത് തന്നെയാണ്. ഇവിടെ പ്രായമാകുമ്പോൾ വരുന്ന ചില മാറ്റങ്ങളെ എല്ലാം കൂടെയാണ് ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജനറേഷൻ എന്ന് പറയുന്നത്. ഇത് ഒരുപാട് വർഷമായിട്ട് റെറ്റിനയുടെ പല പല പ്രോസസ്സിൽ നിന്ന് വരുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് അക്യൂമുലേറ്റ് ചെയ്ത് വരുന്ന ഒരു അസുഖമാണ്. എല്ലാവർക്കും വരാറില്ല, പക്ഷേ വരുന്നവർക്ക് അത് പല രീതിയിൽ കാഴ്ചയെ ബാധിക്കാം. പ്രധാനമായും ആരെല്ലാമാണ് ഈ പ്രശ്നം പറഞ്ഞ് ഡോക്ടറിനെ സമീപിക്കാറ്? ഇത് ഏജ് റിലേറ്റഡ് എന്ന് പറയുന്നത് തന്നെ പ്രായമാകുമ്പോൾ വരുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് യൂഷ്വലി ഒരു 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണ് ഇത് വരുന്നത്. ഒരുപാട് റിസ്ക് ഫാക്ടർ സ്റ്റഡീസ് നടത്തിയെങ്കിലും ഏറ്റവും കൂടുതലായിട്ടൊരു റിസ്ക് ഫാക്ടറായിട്ട് കാണാൻ പറ്റുന്നത് പ്രായമല്ലാതെ ഇത് വരാൻ സാധ്യതയുള്ളത് സ്മോക്കേഴ്സിനാണ്. പുകവലിയുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. അല്ലാത്തവർക്കും പ്രായമാകുന്നത് ഒരു റിസ്ക് ഫാക്ടർ ആയതുകൊണ്ട് തന്നെ 60 വയസ്സിൽ മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും ഈ പ്രശ്നം വരാം, ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജനറേഷൻ വരാം. ഡോക്ടർ, പ്രധാനമായും ഇതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ആദ്യമൊക്കെ ഒരു ലക്ഷണം തന്നെ ഇല്ലായിരിക്കും, കാഴ്ചയെ ബാധിക്കില്ല. നമ്മൾ ഉള്ളിൽ റെറ്റിന പരിശോധിക്കുമ്പോൾ മാത്രം കാണുന്ന ചില ലക്ഷണങ്ങൾ മാത്രമേ അതിനുണ്ടാവുള്ളൂ. പിന്നെ അത് കാഴ്ചയെ ബാധിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം കാണുന്നത് ചെറിയ അക്ഷരം വായിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. കണ്ണട ധരിച്ചാലും ചെറിയ അക്ഷരം ക്ലിയർ ആവാതെ വരുന്നത് ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ ചിലപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുമ്പം അക്ഷരങ്ങളിൽ ചെരിവ് വരിക, അല്ലെങ്കിൽ അക്ഷരങ്ങൾ നീങ്ങിയിരിക്കുക, അല്ലെങ്കിൽ വളരെ അടുത്തു കൂടിയിരിക്കുക, ഇതെല്ലാം ചില സമയത്ത് ഇതിൻ്റെ ലക്ഷണമായിട്ട് വരാം. കൂടുതലായിട്ടും മാക്യുലയെ ബാധിക്കുന്ന അസുഖങ്ങൾ അടുത്തുള്ള കാഴ്ചയെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ അടുത്തുള്ള വായിക്കാനുള്ള കാഴ്ചയെ തന്നെയാണ് ഈ ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജനറേഷൻ ആദ്യം ബാധിക്കുക. തിമിരം പോലത്തെ അസുഖങ്ങൾ സാധാരണ ദൂരക്കാഴ്ചയാണ് ആദ്യം ബാധിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തുള്ള കാഴ്ചയിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും റെറ്റിനയുടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കി അതൊരു റെറ്റിന സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് അത് ഇവാലുവേറ്റ് ചെയ്യണം.
ഇതുകൂടാതെ തന്നെ 60 വയസ്സ് കഴിയുന്നവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു 50 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ വർഷം തോറും കണ്ണിൻ്റെ റെറ്റിനയുടെ പരിശോധന നടത്തി ഇത് ഏർലി ആയിട്ട് നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റും. അതിൽ ചില ഈ വേസ്റ്റ് മെറ്റീരിയൽ അക്യൂമുലേഷൻ ഡ്രൂസൻ എന്ന് പറയും. അപ്പോൾ ഈ ഡ്രൂസൻ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഏജ് റിലേറ്റഡ് മാക്യുലർ ഡിജനറേഷൻ്റെ ആരംഭമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുകയും അതിന് വേണ്ട പ്രതിവിധികൾ നമുക്ക് ചെയ്യുകയും ചെയ്യാം. ഈ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഒരാൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? ഇതിനായുള്ള ടെസ്റ്റുകൾ എന്തെല്ലാമാണ്? ആദ്യം തന്നെ നമ്മൾ റെറ്റിനയുടെ പരിശോധനയാണ് ചെയ്യേണ്ടത്. അതിന് കണ്ണിൻ്റെ ഉള്ളിൽ മരുന്നൊഴിച്ച് കൃഷ്ണമണി വികസിപ്പിച്ച് റെറ്റിനൽ എക്സാമിനേഷൻ ചെയ്യണം. അതിൽ നിന്നും ഇതിൻ്റെ ഏർലി ആയിട്ടുള്ള ലക്ഷണങ്ങൾ നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റും. ഒരു റെറ്റിന സ്പെഷ്യലിസ്റ്റിന് അല്ലെങ്കിൽ ഒരു ഐ സ്പെഷ്യലിസ്റ്റിന് തന്നെ അത് പിക്കപ്പ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് കൂടുതലായിട്ടുള്ള ടെസ്റ്റുകൾ ചിലപ്പോൾ ഒരു റെറ്റിന സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ടി വരും. അത് നമ്മൾ ചെയ്യുന്നത് ഒരു OCT എന്ന് പറഞ്ഞ സ്കാനാണ് യൂഷ്വലി ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ്. ഒപ്റ്റിക്കൽ കൊഹിറൻസ് ടോമോഗ്രാഫി എന്ന് പറയും. അത് ഈ മാക്യുലയുടെ ഒരു ക്രോസ് സെക്ഷൻ ഡോക്ടർക്ക് കൊടുക്കും. അപ്പോൾ അതിൽ ഈ ഏജ് റിലേറ്റഡ് മാക്യുലർ ഡിജനറേഷൻ എന്ത് ടൈപ്പാണെന്ന് അറിയാൻ പറ്റും. അതനുസരിച്ചിട്ടുള്ള ചികിത്സ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. അതിൻ്റെ ടൈപ്പ് അനുസരിച്ചാണ് പിന്നെ വേറെ ടെസ്റ്റുകൾ വരുന്നത്. ആ സ്കാനിലുള്ള റിപ്പോർട്ട് അനുസരിച്ച് പിന്നെ കൂടുതൽ ടെസ്റ്റുകൾ ചിലപ്പോൾ ഡോക്ടർ പറയുന്നതായിരിക്കും. വേറെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഓട്ടോ ഫ്ലൂറസൻസ്. ഈ ഏജ് റിലേറ്റഡ് മാക്യുലർ ഡിജനറേഷൻ കൊണ്ട് എന്ത് ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിന് വേറൊരു ടെസ്റ്റാണ് ഈ ഓട്ടോ ഫ്ലൂറസൻസ്. അതും നമ്മളെ ഒരുപാട് സഹായിക്കും ആ ഡിസീസ് പ്രോസസ്സ് എവിടെ എത്തി എന്ന് കണ്ടുപിടിക്കാനായിട്ട്. ഡോക്ടർ ദയവായി തുടരുക. ഒരു ഇടവേളയ്ക്ക് ശേഷം ചർച്ച തുടരും. പരശുരാമൻ മഴുവെറിഞ്ഞ് മലയാള നാട് ഉണ്ടാക്കിയ നാൾ തൊട്ട് കേരളമാകെ മുഴങ്ങുന്നതാണ് ആ വാക്ക്. ചങ്ങാതിമാരായ അളിയന്മാർ, അമളി പറ്റിയ അളിയന്മാർ, തമ്മിൽ തല്ലിയ അളിയന്മാർ, അളിയന്മാർ പലവിധം. കഥയിലും സിനിമയിലും അയൽപക്കത്തും നിങ്ങൾ കണ്ട അളിയന്മാർ ഇവിടെ ഇല്ലേ ഇല്ല. ഈ അളിയന്മാർ അമൃത TVയിൽ മാത്രം. ഫെബ്രുവരി 17 മുതൽ വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി 9 മണിക്ക് തുറന്ന പൊട്ടിച്ചിരിക്കായി കാത്തിരിക്കും. എന്തൊരു ചേർച്ച! ഒരമ്മ പെറ്റ അളിയന്മാരാണെന്നേ പറയൂ. ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജനറേഷൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ചർച്ച തുടരുന്നു. ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ 2 ടൈപ്പ് ഉണ്ടെന്ന്. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഏജ് റിലേറ്റഡ് മാക്യുലർ ഡിജനറേഷൻ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡ്രൈ ടൈപ്പ് എന്ന് പറയും. അധികം നീർക്കെട്ടില്ലാത്ത ടൈപ്പാണ് ഡ്രൈ ടൈപ്പ്. നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വെറ്റ് ടൈപ്പ് എന്ന് പറയുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും ചികിത്സാ രീതിയും ലക്ഷണങ്ങളും കോഴ്സും ഒരു പ്രാവശ്യം അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ളതും എല്ലാം തന്നെ വ്യത്യസ്തമാണ്. ഈ ഡ്രൈ ടൈപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൂസൻ എന്ന് പറയുന്ന ചേഞ്ച് മാത്രമേ നമ്മൾ റെറ്റിനയിൽ കാണുകയുള്ളൂ. പേഷ്യൻറ്റിൻ്റെ സൈഡിൽ നിന്ന് കാഴ്ചയ്ക്ക് കുറവ് വന്നുകൊണ്ടേയിരിക്കും. വായിക്കാനുള്ള കാഴ്ച വളരെ സ്ലോ ആയിട്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു രോഗലക്ഷണമാണ് ഡ്രൈ ടൈപ്പിന് കാണുന്നത്. ഈ ഡ്രൈ ടൈപ്പ് ഉള്ളത് നമ്മൾ OCT എന്ന് പറഞ്ഞ് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ കാണാം റെറ്റിനയുടെ കട്ടി കുറഞ്ഞുകൊണ്ടേ വരുന്നു. അട്രോഫിക് എന്ന് പറയാം. അട്രോഫിയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ഡ്രൈ ടൈപ്പിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ അത് വളരെ സ്ലോ ആയിട്ടേ പ്രോഗ്രസ് ചെയ്യുള്ളൂ. അതാണ് അതിൻ്റെ ഒരു സേവിങ് ഗ്രേസ്, നമുക്കൊരു രക്ഷയുള്ളത് അതാണ്. അത് വളരെ സ്ലോ ആയിട്ടേ പ്രോഗ്രസ് ചെയ്യുള്ളൂ. ഓൺ ദി അതർ ഹാൻഡ് വെറ്റ് ടൈപ്പ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ കാഴ്ചയെ കുറയ്ക്കും. അത് ഉടനെ തന്നെ അതങ്ങ് സിംറ്റമാറ്റിക് ആകും. ഉടനെ തന്നെ പേഷ്യൻറ്റിന് എനിക്കൊരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാവുന്ന രീതിയിൽ രോഗലക്ഷണം വരും. അതാണ് യൂഷ്വലി ഒരു കറുത്ത പാട് പോലെ വരും. നമ്മൾ വായിക്കുന്നിടത്ത് ഒരു കറുത്ത വട്ടം പോലെയോ അല്ലെങ്കിൽ ഒരു കറുത്ത ഏരിയ വരും. അല്ലെങ്കിൽ ചില അക്ഷരങ്ങൾ മാഞ്ഞു പോകുന്നതായിട്ട് കാണും. അല്ലെങ്കിൽ ചില അക്ഷരങ്ങൾ ചെരിഞ്ഞിരിക്കുന്നത്, വളഞ്ഞിരിക്കുന്നത്, ജനൽ കമ്പിയൊക്കെ നോക്കുമ്പോൾ വളഞ്ഞിരിക്കുന്ന പോലെ തോന്നാം. അക്ഷരങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന പോലെ തോന്നാം. ഇത് പെട്ടെന്ന് തന്നെയാണ് വരുന്നത്. ഒരു 1-2 ദിവസങ്ങൾ കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒക്കെ തന്നെ ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ വരും വെറ്റ് ടൈപ്പ് ആകുമ്പോൾ.
വെറ്റ് ടൈപ്പ് ആയിക്കഴിഞ്ഞാൽ സ്കാനിലും അതിൻ്റേതായ പ്രത്യേകതകൾ കാണും. നമ്മൾ നീർക്കെട്ട് കാണും. അത് ഈ വെറ്റ് ടൈപ്പ് ആകുന്നത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രൂസൻ ചേഞ്ചിൻ്റെ കൂടെ തന്നെ ഞരമ്പിൻ്റെ അടിയിൽ, റെറ്റിനയുടെ അടിയിൽ പുതിയ രക്തക്കുഴലുകൾ വരുമ്പോഴാണ് ഈ ഡ്രൈ ടൈപ്പ് എന്ന് പറയുന്നത് വെറ്റ് ടൈപ്പിലേക്ക് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ സ്കാനിൽ ആ പുതിയ രക്തക്കുഴലുകളും അത് കാരണമുള്ള നീർക്കെട്ടും കൊഴുപ്പടിഞ്ഞിരിക്കുന്നതുമൊക്കെ തന്നെ നമുക്ക് പരിശോധിക്കുമ്പോഴും OCT സ്കാനിലും കാണാൻ പറ്റും. രോഗലക്ഷണങ്ങളും വ്യത്യസ്തമായിട്ട് തന്നെ വരും. ഇത് വളരെ ഫാസ്റ്റായിട്ട് പ്രോഗ്രസ് ചെയ്ത് വായിക്കാനുള്ള കാഴ്ച പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത് കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വെറ്റ് ടൈപ്പിന് നമുക്ക് ചികിത്സ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഈ ഡ്രൈ ടൈപ്പിന് ലഭ്യമാകുന്ന ചികിത്സ എന്താണ്? ഡ്രൈ ടൈപ്പ് ഏജ് റിലേറ്റഡ് മാക്കുലർ ഡിജനറേഷന് കൃത്യമായ ഒരു ചികിത്സ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഒരുപാട് സ്റ്റഡീസിൽ നിന്നും കണ്ടുപിടിച്ചിരിക്കുന്നത് ചില ആൻറ്റി ഓക്സിഡൻറ്റ് മരുന്നുകൾ പ്രത്യേക ഡോസിലും പ്രത്യേക അളവിലും ആൻറ്റി ഓക്സിഡൻറ്റ് മരുന്നുകൾ കഴിച്ചാൽ ആദ്യത്തെ സ്റ്റേജിൽ നിന്നും പിന്നെ ലേറ്റായിട്ട് ഈ റെറ്റിനൽ അട്രോഫി വരുന്ന സ്റ്റേജിലേക്ക് പോകുന്നത് നമുക്ക് ഒരു പരിധി വരെ തടയാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ ഈ ഡ്രൂസൻ എന്ന് പറയുന്ന ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് കൂടാതിരിക്കാനുള്ള ഈ ആൻറ്റി ഓക്സിഡൻറ്റ് ടാബ്ലറ്റ് റെഗുലർലി കഴിക്കുന്നത് ഒരു പരിധി വരെ നമ്മുടെ കാഴ്ചയെ തീരെ ഇല്ലാണ്ടാവാതെ രക്ഷിക്കും. പിന്നെ ഈ ഡ്രൈ ടൈപ്പിൻ്റെ ഒരു ഗുണം എന്നുള്ളത് വളരെ സ്ലോ ആയിട്ട് പ്രോഗ്രസ് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ഒരുപാട് ലേറ്റായിട്ടേ അത് തീരെയും കാഴ്ച ഇല്ലാണ്ടാക്കുകയുള്ളൂ. ആദ്യം തന്നെ നമ്മൾ ഈ ആൻറ്റി ഓക്സിഡൻറ്റ് ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ച് ഒരുവിധം മോണിറ്ററിങ് ചെയ്ത് വെറ്റ് ടൈപ്പ് ആകുന്നില്ല എന്നുള്ള മോണിറ്ററിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ആ കാഴ്ചശക്തി തീരെ നഷ്ടപ്പെടാതെ പിടിച്ചു നിർത്താൻ പറ്റും. വെറ്റ് ടൈപ്പിൻ്റെ ചികിത്സ എന്താണ്? നമ്മൾ ഈ ഡ്രൈ ടൈപ്പ് ARMD ഉള്ളപ്പോൾ ഒരു മോണിറ്ററിങ് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ മാസവും പ്രത്യേകം ഒരു ചാർട്ടുണ്ട്, ആംസ്ലർ ചാർട്ട് എന്ന് പറഞ്ഞ് ഒരു ചാർട്ടുണ്ട്. അതിൽ പല പല വരകളായിട്ടാണ് ഇരിക്കുന്നത്. ആ വരകളിൽ എന്തെങ്കിലും വളവോ ചെരിവോ ഒരു ഭാഗം കാണാതിരിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പേഷ്യൻറ്റിന് വീട്ടിൽ വെച്ച് തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാം. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഈ വെറ്റ് ടൈപ്പിലോട്ടുള്ള മാറ്റം പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതല്ല വെറ്റ് ടൈപ്പ് ആയിട്ടാണ് ഡോക്ടറുടെ അടുത്ത് എത്തുന്നതെങ്കിൽ ഈ ടെസ്റ്റുകളെല്ലാം ചെയ്ത് വെറ്റ് ടൈപ്പ് ആണെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഏർലി സ്റ്റേജസിൽ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കാഴ്ചശക്തി പോകാതെ നമുക്ക് രക്ഷിക്കാൻ പറ്റുന്ന പല ചികിത്സകളും ഇപ്പോൾ അവൈലബിൾ ആണ് വെറ്റ് ടൈപ്പിന്. വെറ്റ് ടൈപ്പിന് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് തരുന്ന ചികിത്സ കണ്ണിൻ്റെ ഉള്ളിലേക്ക് മരുന്ന് ഇഞ്ചക്ഷനായിട്ട് ഇടുന്നതാണ്. ഇൻട്രാവിട്രിയൽ ഇഞ്ചക്ഷൻ എന്ന് പറയും. ഇൻട്രാവിട്രിയൽ ഇഞ്ചക്ഷൻ യൂഷ്വലി ഈ അസുഖത്തിന് കൊടുക്കുന്നത് VEGF ആണ്. അതായത് വേസോ ആക്റ്റീവ് എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്ന ഒരു മോളിക്യൂളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു VEGF ആണ് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. ഈ റെറ്റിന എന്ന് പറയുന്ന പ്രതലം ലൈറ്റ് ചെന്ന് അകത്ത് വീഴുന്ന പ്രതലം ആയതുകൊണ്ട് തന്നെ തുള്ളി മരുന്നുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഗുളികകൾ കൊണ്ടോ നമുക്കതിനെ ശരിയാക്കാൻ പറ്റില്ല. അത് ആ പ്രതലത്തിലേക്ക് മരുന്ന് എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഇൻട്രാവിട്രിയൽ ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രോബ്ലം ഇൻട്രാവിട്രിയൽ ഇഞ്ചക്ഷൻസ് എല്ലാം തന്നെ ഒരു മാസമേ ലാസ്റ്റ് ചെയ്യുള്ളൂ. ഒരു 4 to 6 വീക്സിന് അപ്പുറത്തോട്ട് അതിൻ്റെ ഇഫക്റ്റ് നിൽക്കത്തില്ല. അതുകൊണ്ട് രോഗത്തിനെ ഒന്ന് പിടിച്ച് നിർത്തണമെങ്കിൽ മന്ത്ലി ഇഞ്ചക്ഷൻസ് വേണ്ടി വരും. എല്ലാ മാസവും കൃത്യമായിട്ട് ആദ്യത്തെ 3 ഇഞ്ചക്ഷൻ കൃത്യമായിട്ട് ഓരോ മാസവും ഇടവിട്ടും പിന്നെ രോഗത്തിൻ്റെ ശമനം അനുസരിച്ച് അത് കുറയുന്നതനുസരിച്ച് പിന്നെ ദൈർഘ്യം നീട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ പല പേഷ്യൻസിനും ഒരു 7 തൊട്ട് 8 ഇഞ്ചക്ഷൻ വരെയൊക്കെ ഒരു വർഷം വേണ്ടി വരും ആ അസുഖത്തിനെ കൺട്രോളാക്കി വെക്കാനായിട്ട്. പക്ഷേ അത് നേരത്തെ തന്നെ ഞരമ്പിൽ ഒരുപാട് കേടുകൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഈ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ വായിക്കുന്ന കാഴ്ച തീരെ ഇല്ലാണ്ടാവാതെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ വെറ്റ് ടൈപ്പ് ARMD വളരെ പെട്ടെന്ന് തന്നെ പൂർണ്ണമായിട്ടും നമ്മളുടെ അടുത്തുള്ള കാഴ്ചയെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്ന ഒരു അസുഖമായതുകൊണ്ട് തന്നെ എത്രയും നേരത്തെ ചികിത്സ തുടങ്ങിയാൽ എത്രയും നമുക്ക് കൺട്രോൾ അതിനും കിട്ടും. ബട്ട് പേഷ്യൻ്റ് മനസ്സിലാക്കേണ്ട കാര്യം ഇതിൻ്റെ ചികിത്സ ഒരു 1 ടൈം ഇഞ്ചക്ഷൻ കൊണ്ടോ ഒരു 1 ടൈം ഗുളിക കൊണ്ടോ ചെയ്യാൻ പറ്റുന്നതല്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ കൺട്രോൾ കിട്ടുന്നത് വരെ ഇഞ്ചക്ഷൻ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക്. ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് എല്ലാ മാസവും ഇഞ്ചക്ഷൻ വേണ്ടി വരുന്നത്? എത്ര ഇഞ്ചക്ഷൻ വേണ്ടി വരും?
ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറ്റ് ടൈപ്പ് ARMD നമ്മുടെ റെറ്റിന എന്ന് പറയുന്ന പ്രതലത്തിൻ്റെ അടിയിലാണ് പുതിയ രക്തക്കുഴലുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ മരുന്ന് അവിടെ എത്തിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രാവിട്രൽ ഇഞ്ചക്ഷനായിട്ട് തന്നെ ഇടുകയും വേണം. ആ ഇഞ്ചക്ഷൻ്റെ ഇഫക്റ്റ് ഒരു 4 to 6 വീക്സേ നിൽക്കുകയുള്ളൂ. ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് നമുക്കതിനെ പൂർണ്ണമായിട്ടും കരിച്ച് കളയാൻ പറ്റത്തില്ല. നമ്മളതിനെ സ്കാർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ആ പുതിയ രക്തക്കുഴലുകളെ കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതൊരു ഇഞ്ചക്ഷൻ വെച്ച് നീരൊക്കെ ഒന്ന് കുറയുമെങ്കിലും അത് പൂർണ്ണമായിട്ടും നശിച്ചു പോവില്ല. പക്ഷേ അതിൻ്റെ എഫക്റ്റ് 4 വീക്സ് കഴിയുമ്പം പോകും. അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിൽ ഈ പുതിയ രക്തക്കുഴലുകൾ വീണ്ടും വളർന്നുകൊണ്ടേയിരിക്കും, വീണ്ടും പഴയ സ്ഥിതിയിലോട്ട് നീർക്കെട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ കൃത്യം ഒരു ഇഞ്ചക്ഷൻ കഴിഞ്ഞ് അതിൻ്റെ എഫക്റ്റ് തീരാറാവുമ്പോഴത്തേക്കും അടുത്ത ഇഞ്ചക്ഷൻ കൊടുത്താൽ അത് ആ അസുഖത്തിനെ വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. സോ ദാറ്റ് കംപ്ലീറ്റ് ആയിട്ടും ആ പുതിയ രക്തക്കുഴലുകൾ കരിഞ്ഞു പോകാനായിട്ട്. എത്ര ഇഞ്ചക്ഷൻ വേണ്ടി വരും എന്നുള്ളൊരു ചോദ്യത്തിന് കൃത്യമായിട്ടൊരു ഉത്തരമില്ല. എന്തുകൊണ്ടെന്നാൽ ഓരോ പേഷ്യൻറ്റും വരുന്ന സ്റ്റേജ് ഡിഫറൻ്റ് ആണ്. എത്ര നാൾ കഴിഞ്ഞിട്ടാണ് പേഷ്യൻറ്റ് ചികിത്സയ്ക്ക് വരുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എത്ര പെട്ടെന്ന് ആ നീരും പുതിയ രക്തക്കുഴലുകളും കരിഞ്ഞു പോകുന്നു എന്നനുസരിച്ചിരിക്കും. അത് ഓരോ പേഷ്യൻ്റെയും റെസ്പോൺസ് ഡിഫറൻ്റ് ആണ്. ഓരോ പേഷ്യൻ്റെയും ഡിസീസിൻ്റെ സിവിയറിറ്റി ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റേജും സിവിയറിറ്റിയും പേഷ്യൻറ്റിൻ്റെ റെസ്പോൺസും അനുസരിച്ചേ നമ്പർ ഓഫ് ഇഞ്ചക്ഷൻസ് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫോളോ അപ്പിന് കൃത്യമായിട്ട് പോവുക. നീർക്കെട്ടുണ്ട്, ആ പുതിയ രക്തക്കുഴലുകൾ വീണ്ടും വരുന്നു എന്ന് തോന്നുന്നെങ്കിൽ വീണ്ടും അതിനെ ഇഞ്ചക്ഷൻ കൊണ്ട് കരിച്ച് കളയുക. എത്ര ഇഞ്ചക്ഷൻ വേണ്ടി വന്നാലും അത് കൺട്രോൾ ആക്കി വെക്കാനുള്ള അത്രയും ഇഞ്ചക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ് ഈ അസുഖത്തിനെ നമുക്ക് ചെറുത്ത് നിൽക്കാൻ ഏറ്റവും നല്ല മാർഗം. ഇനി ഇത് ചികിത്സിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇതൊരു വളരെ സങ്കീർണമായ പ്രശ്നമാണ് റെറ്റിനയിൽ വന്നിരിക്കുന്നത്. അത് നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ അത് അടിക്കടി കാഴ്ചയെ ബാധിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പ്രായമായ ആൾക്കാർക്കാണ് വരുന്നത്. അവരുടെ ഏക വിനോദം TV കാണുകയും അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. ആ വായിക്കാനുള്ള കാഴ്ചയാണ് ഇത് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചികിത്സിച്ചില്ലെങ്കിൽ ആ വായിക്കാനുള്ള കാഴ്ച പൂർണ്ണമായിട്ടും നശിക്കുകയും ചെയ്യും. ഒരു സ്ഥലത്തോട്ട് നോക്കുമ്പോൾ ആ സെൻട്രൽ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഡാർക്കായിട്ടിരിക്കും. അതിന് സ്കോട്ടോമ എന്ന് പറയും. ഒരാളുടെ മുഖത്ത് നോക്കിയാൽ മുഖം മുഴുവനും ഡാർക്കായിട്ടിരിക്കും. അത് ആ അസുഖം കാരണം വന്നിരിക്കുന്ന തഴമ്പ് എത്ര വലുതാണോ അതനുസരിച്ചിരിക്കും എത്ര കറുപ്പ് നമ്മൾക്ക് കാണുന്നു എന്ന്. എന്തായാലും വളരെ മാരകമായ രീതിയിൽ തന്നെ കാഴ്ചയെ ബാധിക്കുന്ന ഒരു അസുഖമായതുകൊണ്ട് ചികിത്സിക്കാതിരിക്കുന്നതും ചികിത്സ ലേറ്റ് ആക്കുന്നതും വളരെ മോശമായ ഭവിഷ്യത്തുകളുള്ള ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് നേരത്തെ തന്നെ ചികിത്സിച്ചാൽ നമുക്ക് ആ തഴമ്പിൻ്റെ അളവ് വളരെ ചെറുതാക്കി വെക്കാൻ പറ്റും. തഴമ്പ് ലേറ്റായിട്ട് വളരെ സ്കാറായി, തഴമ്പെന്ന് പറയുന്നത് ഞാൻ സ്കാർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്കാർഡ് മാക്യുല ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ റിവേഴ്സ് ചെയ്ത് നോർമലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പലർക്കും ഇഞ്ചക്ഷൻ ചെയ്തിട്ട് വ്യത്യാസം വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വരുന്നത്. അത് നമ്മളുടെ അടുത്ത് ചികിത്സയ്ക്ക് വരുമ്പോൾ തന്നെ അവിടെ ഒരു സ്കാറായിട്ടാണ് വരുന്നത്. ആ സ്കാറിനെ പിന്നെ നമുക്കൊരു പരിധി കൂടുതൽ കൺട്രോളാക്കി വെക്കാൻ പറ്റത്തില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ചികിത്സ ചെയ്യാനായിട്ട്. ഡോക്ടർ, ആരംഭത്തിൽ ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? നമ്മളുടെ രാജ്യത്തെ ഏറ്റവും ലാക്കിംഗ് ആയിട്ടുള്ളത് ഒരു ഇയർലി സ്ക്രീനിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വർഷവും കണ്ണിൻ്റെ എല്ലാ രോഗങ്ങൾക്കുമായിട്ടുള്ള സ്ക്രീനിങ് എല്ലാവരും മാൻഡേറ്ററി ആയിട്ട് ചെയ്യണം. അതിൽ നിന്ന് തന്നെ നമ്മൾക്ക് പല അസുഖങ്ങളും നേരത്തെ തന്നെ കണ്ടുപിടിക്കാം. അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി 50 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ്, കാറ്ററാക്റ്റും ഗ്ലോക്കോമയും ഏജ് റിലേറ്റഡ് മാക്യുലാർ ഡിജനറേഷനും ഒക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇയർലി സ്ക്രീനിങ്. ഇതിൽ വേറൊരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾ കണ്ണാടി ചെക്ക് ചെയ്യുന്നതും ഇയർലി ഐ സ്ക്രീനിങ്ങും തമ്മിലൊരു വ്യത്യാസമുണ്ട്. കണ്ണാടി ചെക്ക് ചെയ്യുന്നത് കൊണ്ട് ആ പവർ മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അല്ലാതെ കണ്ണിൽ പ്രഷർ നോക്കുകയോ അല്ലെങ്കിൽ കണ്ണിൽ മരുന്നൊഴിച്ച് റെറ്റിനയുടെ അവസ്ഥ നോക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് അതൊരു ഇയർലി സ്ക്രീനിങ് ആയിട്ട് വെക്കാതെ ഒരു കണ്ണ് ഡോക്ടറെ കണ്ട് എല്ലാ വർഷവും കണ്ണിൻ്റെ എല്ലാ ആസ്പെക്ട്സും ചെക്കപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നേരത്തെ തന്നെ ഇത് കണ്ടുപിടിക്കാൻ ഉത്തമം. ഇനി അത് പറ്റുന്നില്ല അല്ലെങ്കിൽ നടക്കത്തില്ല എന്നുള്ള സാഹചര്യത്തിലാണെങ്കിൽ എന്തെങ്കിലും തന്നെ ഈ രോഗലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഐ സ്പെഷ്യലിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു റെറ്റിന സ്പെഷ്യലിസ്റ്റിനോ കാണിച്ച് അത് ഇവാലുവേറ്റ് ചെയ്യണം. ഇതിനെക്കാട്ടിലും ഇമ്പോർട്ടൻറ്റ് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ കുറച്ചൊരു അതിലൊരു അമാന്തം കാണിച്ചു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു വരില്ല, ആ പോയ കാഴ്ച തിരിച്ചു വരില്ല. അതുകൊണ്ട് ഏർലി ആയിട്ട് തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചികിത്സ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ചികിത്സിക്കുകയും കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുക്കുകയും എല്ലാ മാസവും ഇഞ്ചക്ഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എല്ലാ മാസവും ഇഞ്ചക്ഷൻ എടുത്താൽ തന്നെ നമുക്ക് അതിൻ്റെ ഡിസൈഡ് റിസൾട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അത് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് നല്ല ഔട്ട്കം തന്നെ ഈ അസുഖത്തിൽ വരും. ഡോക്ടർ, അവസാനമായി ചോദിക്കട്ടെ, ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആ പേരിൽ തന്നെ ഉണ്ട്, ഏജ് റിലേറ്റഡ് ആയതുകൊണ്ട് ഏജിങ് നമുക്ക് തടയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഏജ് റിലേറ്റഡ് മാക്കുലർ ഡിജനറേഷൻ ഒരു പരിധി കൂടുതൽ നമുക്ക് വരുന്നത് തടയാൻ പറ്റില്ല. അതിൽ ആകെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വെയ്റ്റ് ഗെയിൻ, ഒബീസിറ്റി ഇതിനൊരു റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ ഒരുപാട് അമിത വണ്ണം ഇല്ലാതിരിക്കുക, പിന്നെ സ്മോക്കിംഗ് ഇല്ലാതിരിക്കുക. സ്മോക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസ്ക് ഫാക്ടറാണ് ARMDക്ക്. അതുകൊണ്ട് അത് ഒഴിവാക്കുക മാക്സിമം. പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസും ക്യാരറ്റ്സും അങ്ങനത്തെ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് എല്ലാ ദിവസവും നമ്മളുടെ ഫുഡിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുക. ആൻറ്റി ഓക്സിഡൻറ്റ്, ഒരുപാട് ഫുഡ് ഐറ്റംസിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ആ ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഫുഡ് ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കുക. പിന്നെ അസുഖത്തിൻ്റെ ഏർലി ആയിട്ടുള്ള ലക്ഷണം കാണുന്നുണ്ടെങ്കിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ടാബ്ലറ്റ്സ് കഴിക്കുക. ഇതെല്ലാം കൊണ്ട് നമുക്ക് ഒരു പരിധി വരെ ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ വരുന്നത് തടയാം. പക്ഷേ ഏജ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇത് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി ഇയർലി സ്ക്രീനിങ് ചെയ്ത് അതിനെ കണ്ടുപിടിക്കുകയായിരിക്കും ഏറ്റവും ഉത്തമം, നമുക്ക് അവസാന കാലം വരെയും നമ്മളുടെ കാഴ്ച നിലനിർത്താനായിട്ട്. ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ അസോസിയേറ്റ് പ്രൊഫസറും റെറ്റിന സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ നടാഷ രാധാകൃഷ്ണനാണ്. വളരെയധികം നന്ദി ഡോക്ടർ ആരോഗ്യ വാർത്തകളിൽ പങ്കെടുത്തതിന്. ഇടവേളയ്ക്ക് ശേഷം മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. ഉണ്ട്, സർക്കസ് ഉണ്ട്, സ്കിറ്റ് ഉണ്ട്. ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക്. 60% ഇന്ത്യക്കാർ 4 മണിക്കൂറിലധികം സമയം വ്യായാമത്തിനായി ചെലവഴിക്കുന്നുവെന്ന് സർവേ ഫലം. കൂടുതൽ പേരും ചെയ്യുന്ന വ്യായാമം ഓട്ടമാണെന്നും ഫലം. പൂനെ നഗരമാണ് വ്യായാമം ചെയ്യുന്നവരുടെ എണ്ണത്തിൽ മുന്നിൽ. ഫിറ്റ്നസ് മീറ്ററിൽ പൂനെ 7.65 പോയിന്റ് നേടി. 7.35 പോയിന്റ് നേടി തൊട്ടുപിന്നിലായി ചണ്ഡീഗഡാണുള്ളത്. ഉറപ്പുള്ള ശരീരം ലോകമെങ്ങുമുള്ള ജനങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നതാണ്. യുവാക്കൾക്കിടയിൽ ഇതൊരു ആവശ്യകതയല്ല, മറിച്ച് ജീവിത രീതിയായി മാറിയിരിക്കുകയാണ്. രാജ്യത്ത് 10-9 പേരും വ്യായാമം അനിവാര്യമാണ് എന്ന് വാദിക്കുന്നവരാണ് എന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. 8 നഗരങ്ങളിലെ സർവേ ഫലം അനുസരിച്ച് 54% പുരുഷന്മാരും 46% സ്ത്രീകളും വ്യായാമത്തിൽ ഏർപ്പെടുന്നവരാണ്. റീബോക്ക് നടത്തിയ ഫിറ്റ് ഇന്ത്യ സർവേയുടേതാണ് ഫലം. എന്നാൽ വ്യായാമത്തിന് പ്രാധാന്യം നൽകാത്തത് ദക്ഷിണേന്ത്യൻ നഗരങ്ങളാണെന്നും വ്യക്തമാക്കുന്നു. ഇന്ത്യൻ സമൂഹം ഇന്ന് ഭക്ഷണത്തേക്കാൾ പ്രധാനമായി ജീവിത രീതിയെ കാണുന്നുവെന്നും ഇത് രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യത്തിനും ആയുർദൈർഘ്യത്തിനും അനുകൂലമാണെന്നും ആണ് റീബുക്ക് സീനിയർ മാർക്കറ്റിംഗ് ഡയറക്ടർ സിലിവിയ ടാലോൺ അറിയിക്കുന്നത്. വീണ്ടും പ്രധാന വാർത്തകൾ. ന്യൂമോണിയയ്ക്കും മെനഞ്ചൈറ്റിസിനും ഫലപ്രദമായ വാക്സിനുമായി കേന്ദ്രം. 3 വർഷത്തിനകം 15 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും മലേറിയ പൂർണ്ണമായും ഇല്ലാതാകുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 60% ഇന്ത്യക്കാർ 4 മണിക്കൂറിലധികം സമയം വ്യായാമത്തിനായി ചെലവഴിക്കുന്നുവെന്ന് ഫിറ്റ് ഇന്ത്യ സർവേ ഫലം. ആരോഗ്യ വാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amrdatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amrdatv സന്ദർശിക്കുക. ആരോഗ്യ വാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30 കാണാം. നമസ്കാരം.